അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ പടച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ പ്രപഞ്ച സൃഷ്ടികർത്താവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വാക്യങ്ങൾ, ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ചറബിൻ്റെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഏവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി, ജീവിതത്തിൽ പകർത്തുവാൻ വേണ്ടി ഒക്കെ ഞങ്ങൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ, അധ്വാന പരിശ്രമങ്ങൾ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ നാഥ. അത് വിജയിപ്പിച്ചു തരണമേ റബ്ബേ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ശാരീരികമായും സാങ്കേതികമായും സാമ്പത്തികമായും ഒക്കെ ഈ ഒരു മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മുഴുവൻ അധ്വാന പരിശ്രമങ്ങളും വലിയ പ്രതിഫലം നൽകി നീ സ്വീകരിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയിട്ട്
ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. സൂറത്ത് ത്വാഹ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ എടുത്തിരുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ പ്രതിസന്ധികൾ, പരിഹാസങ്ങൾ, അക്രമ മർദ്ദനങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാചകനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഈ സൂറത്ത് ത്വാഹ. ഇതിലൂടെ പ്രവാചകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എടുത്തുദ്ധരിക്കുന്നത് നേരത്തെ കഴിഞ്ഞുപോയ ഒരു പ്രവാചകൻ്റെ അഥവാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവങ്ങളാണ്. താങ്കൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പോലെയല്ല, ഇതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായ രൂപത്തിൽ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയായിരുന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ആ പരീക്ഷണങ്ങളൊക്കെ, വലിയ പരീക്ഷണങ്ങൾ നേരിട്ടപ്പോഴും വിജയകരമായി അതൊക്കെ തരണം ചെയ്യാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ തുണച്ചിട്ടുണ്ട്. അതുപോലെ തീർച്ചയായിട്ടും ഈ താങ്കൾ നേരിടുന്ന പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അള്ളാഹുവിൻ്റെ പിന്തുണ താങ്കൾക്കുണ്ടാവും. ഇതാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന സാന്ത്വനം. അപ്പം അതിനു വേണ്ടിയിട്ട് മൂസാ നബിയുടെ കഥ അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അദ്ദേഹം മദിയനിൽ നിന്ന് ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ 10 വർഷത്തോളം ഏകദേശം അവിടെ ജീവിച്ച് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ആ തുവ താഴ്വരയിൽ വെച്ച് അദ്ദേഹം ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് ചെന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് നേരെ സംസാരിച്ച കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, താങ്കൾ ഉള്ളത് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവ, ഈ വളരെ വിശുദ്ധമാക്കപ്പെട്ട താഴ്വരയിലാണ് താങ്കൾ ഉള്ളത്. അതുകൊണ്ട് താങ്കൾ ചെരുപ്പുകളൊക്കെ അഴിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂസാ നബിയോട് കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിനക്ക് 2 ആയത്തുകൾ അള്ളാഹു മൂസാ നബിക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല വഹീ കൊടുത്തു. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വ അഖിമി സ്വലാത്ത ലിദിക്രി. ഏറ്റവും ആദ്യമായിട്ട് ദിവ്യ സന്ദേശം നൽകുന്നത് തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നനി അനല്ലാ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാനാണ് അള്ളാഹു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഫഅബ്ദുനി, നിങ്ങൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ വഴിപ്പെടണം. ഫഅബ്ദുനി. അതുപോലെ അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ വേണ്ടിയിട്ട് നമസ്കാരം നിലനിർത്തണം എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അതുപോലെ ഇന്ന സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ, അന്ത്യനാൾ വരും, എന്തായാലും ഒരു നാൾ സംഭവിക്കും. അന്ന് മുഴുവൻ ആളുകൾക്കും അവരുടെ പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സമയം ഞാൻ ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവഹു ഫതർദ. അതുകൊണ്ട് എല്ലാ തരത്തിൽപ്പെട്ട പിന്തിരിപ്പൻ ശക്തികളും ഈ ഒരു വിചാരത്തിൽ നിന്ന്, പരലോകത്തിൻ്റെ സംബന്ധിച്ചുള്ള ധാരണയിൽ നിന്ന്, വിചാരത്തിൽ നിന്ന്, പരലോക വിചാരത്തിൽ നിന്ന് നിന്നെ തെറ്റിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. അങ്ങനെ തെറ്റിക്കാതിരിക്കട്ടെ. ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ, ഇതിൽ വിശ്വസിക്കാത്ത ആളുകൾ, അതുപോലെ വത്തബഅ ഹവാഹു, തങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്ത ആളുകൾ താങ്കളെ ഈ മാർഗത്തിൽ തെറ്റിക്കാതിരിക്കട്ടെ. അങ്ങനെ തെറ്റിച്ചു കളഞ്ഞാൽ ഫതർദ, വലിയ നാശത്തിലാണ് താങ്കൾ അകപ്പെടുക എന്നുകൂടി പറഞ്ഞു. എന്നിട്ട് മൂസാ നബിക്ക് 2 ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുന്നുണ്ട്. വമാ തിൽക ബിയമീനിക യാ മൂസ, മൂസാ നബിക്ക് ഓട് തന്നെ അള്ളാഹു ചോദിച്ചുകൊണ്ട് പറയും, ചില അതിൻ്റെ ഒരു യാഥാർത്ഥ്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. വമാ തിൽക ബിയമീനിക യാ മൂസ, അല്ലയോ മൂസ, നിന്റെ ഈ വലത് കൈയിൽ എന്താണ് ഉള്ളത്? അദ്ദേഹം കൂടെ കൊണ്ടു നടക്കുന്ന വടിയാണത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഖാല ഹിയ അസ്വായ അതവക്കഉ അലൈഹ വ അഖുശു ബിഹാ അലാ ഗനമി വലിയ ഫിഹ മആരിബു ഉഖ്റ. ഇത് ഞാൻ ഊന്നി നടക്കുന്ന ഒരു വടിയാണ്, നടക്കുന്ന സമയത്ത് ഊന്നി നടക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ആടുകൾക്ക് ഇലപൊഴിച്ചു കൊടുക്കാറുണ്ട്. വേറെയും പല ഉദ്ദേശങ്ങൾ എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അള്ളാഹു അദ്ദേഹത്തോട് ഇങ്ങനെ ഇതെന്താന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ദൃഷ്ടാന്തം കാണിക്കുകയാണ്. വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം തെളിയിക്കാൻ ആവശ്യമായ വലിയൊരു ദൃഷ്ടാന്തമാണ് അള്ളാഹു കൊടുക്കുന്നത്. അദ്ദേഹത്തോട് അള്ളാഹു പറഞ്ഞു, അൽഖിഹ യാ മൂസ, മൂസ നീ അത് നിലത്തിടുക, താഴെയിടുക എന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹം അദ്ദേഹം അത് നിലത്തിട്ടു. അപ്പം അത് ഇഴയുന്ന, നന്നായിട്ട് വളരെ ധൃതിയിൽ ചലിക്കുന്ന ഒരു സർപ്പമായിട്ട് മാറി. ഖാല ഖുദ്ഹ വല തഖഫ്, അള്ളാഹു പറഞ്ഞു നീ അത് എടുത്തുകൊള്ളുക, അതിനെ പിടിക്കുക, ഭയപ്പെടരുത്. ല ഖുദ്ഹ വല തഖഫ് സനുഈദുഹ സീറതഹൽ ഊല, ആദ്യത്തെ അവസ്ഥയിലേക്ക് അതിനെ നാം മടക്കും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. രണ്ടാമത്തെ ദൃഷ്ടാന്തം കൊടുത്തത് വളുമും യദക ഇലാ ജനാഹിക തഖ്റുജു ബൈളാഅ മിൻ ഗൈരി സൂഇൻ ആയതൻ ഉഖ്റ. രണ്ടാമത് കൊടുത്ത ആയത്ത്, നിന്റെ കൈ കക്ഷത്തിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വളരെ മനോഹരമായ രൂപത്തിൽ പ്രകാശിക്കുന്നതായിട്ട് അനുഭവപ്പെടും. ആയത്തൻ ഉഖ്റ, ഇത് മറ്റൊരു ആയത്താണ്. ലിനുരിയക മിൻ ആയാത്തിനൽ കുബ്ര, ഇതൊക്കെ നാം താങ്കളെ കാണിക്കുകയാണ്. മിൻ ആയാത്തിനൽ കുബ്ര, താങ്കൾക്ക് വലിയ മഹത്തരമായ ദൃഷ്ടാന്തങ്ങൾക്ക് ഇനിയും വരാനുണ്ട്. ഇത് അതിൽപ്പെട്ട ചിലത് കാണിച്ചു തരികയാണ്. ലിനുരിയക മിൻ ആയാത്തിനൽ കുബ്ര ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ. ആയത്തുകളൊക്കെ കൊടുത്തിട്ട് ഇനി നിന്റെ ദൗത്യം പറയുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔന്റെ അടുത്തേക്കാണ് നീ പോവേണ്ടത്. ഇന്നഹു തഗാ, അയാൾ പരിധി വിട്ടിട്ടുണ്ട്, എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിട്ടുണ്ട്, അയാൾക്ക് പരിധിയൊന്നുമില്ല. തഗാ, അതിക്രമകാരിയായിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇത് കേട്ടപ്പോൾ മൂസാ നബിയുടെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് അടുത്ത ആയത്തുകളിൽ വരുന്നത്. അഭ്യർത്ഥനയാണ്. അള്ളാഹു പറഞ്ഞു, മൂസ നിന്റെ ദൗത്യം, രണ്ട് ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ട് പറയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, ഫിർഔന്റെ അടുത്തേക്കാണ് നീ പോവേണ്ടത്, അവൻ അതിക്രമകാരിയായിരിക്കുന്നു. ഫിറോവിനെ അറിയാത്ത ആളല്ല മൂസാ നബി. ഫറോവയുടെ കൊട്ടാരത്തിലാണ് അദ്ദേഹം വളർന്നത്. ആ വളർന്നതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ചരിത്രം ഈ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനത്തിൽ അത് വരും. അന്ന് മുതൽ അദ്ദേഹം ആ കൊട്ടാരത്തിൽ താമസിച്ച ദിവസങ്ങളിലൊക്കെ തന്നെ ഫിറഔന്റെ ശക്തിയും പ്രഭാവവും ക്രൂരതകളൊക്കെ നേർക്ക് നേരെ കാണുന്ന മനുഷ്യനാണ്. എല്ലാം അറിയാം. ആ രാജ്യത്തെ എത്ര സുശക്തമായ ഭരണകൂടമാണ്, സ്വേച്ഛാധിപതിയാണ് ഫിറൗൻ എന്ന് ശരിക്കറിയാം. മാത്രമല്ല, അദ്ദേഹം ഈ ഒരു കാലയളവിൽ ഇപ്പോൾ തിരിച്ചു വരികയാണല്ലോ ഈജിപ്തിലേക്ക്. എവിടെയായിരുന്നു അദ്ദേഹം? കൊട്ടാരത്തിൽ വളർന്ന അദ്ദേഹം പിന്നെ എങ്ങോട്ടാണ് പോയത്? അവിടെ അറിയാതെ സംഭവിച്ച ഒരു കൊലക്കുറ്റത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടുന്ന് നാടുവിടുക, മദിയനിലേക്ക്. അങ്ങനെ ആ തനിക്ക് വധശിക്ഷ വിധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പോകുന്നത്. അങ്ങനെ തിരിച്ചു വരികയാണ്. 10 വർഷത്തിന് ശേഷം അദ്ദേഹം മദിയനിൽ നിന്ന് തിരിച്ചു വരിക. അപ്പോഴാണ് അള്ളാഹു വഹി കൊടുത്തിട്ട് ഫിറൗൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറയുന്നത്. ഒളിവ് ജീവിതത്തിൽ വന്നിട്ട് നേരെ അവിടെ ചെന്നിട്ട് പറയണം, എന്ത്, ഞാൻ കുറ്റം ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്തോളി എന്നല്ല പറയേണ്ടത്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദ് അവരോട് പറയണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അഖീമി സ്വലാത്ത ലിദിക്രി, എനിക്ക് വേണ്ടിയിട്ട് എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കണം. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ഇന്ന സാഅത ആതിയത്തുൻ, ഈ കാര്യങ്ങളൊക്കെ ആളുകളോട് പറയണം. ഇത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ പരിഭ്രമം മൂസാ നബിക്ക് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായി. വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം. ഇവിടെ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന റബ്ബി ഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ്. കുറേ അഭ്യർത്ഥനകളാണ് അള്ളാഹുവിനോട്. കാരണം നിർവഹിക്കാനുള്ള ദൗത്യം വളരെ ഗുരുതരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ തിരിച്ചു വരികയാണ്. ആ വംശത്തിൽപ്പെട്ട ആളല്ലേ ഇദ്ദേഹം. ഇവരെ ആരാണ് മൂസ എന്ന് ശരിക്ക് ഫിറൗൻ അറിയാം. ആ ഫിറൗൻ്റെ അടുത്ത് ചെന്നിട്ട് ഫിറൗൻ്റെ എല്ലാ ക്രൂരതകളും ധിക്കാരമൊക്കെ ശരിക്കും അഹങ്കാരമൊക്കെ ശരിക്കും അറിയുന്ന ആളാണ് മൂസാ നബി. അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞിട്ട് അടക്കി ഭരിക്കുന്ന ഫിറൗൻ്റെ അടുത്ത് നിന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ഇതാണ് പ്രശ്നം. ഇത് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അപ്പം അത് പരിഭ്രമമുള്ള ഒരു കാര്യമാണ്. സൂറത്ത് ശുഅറായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വേറെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ 12-13 ആയത്തുകളിൽ ഇങ്ങനെ കാണാം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെ വിളിച്ചിട്ട് അനിത്തിൽ ഖൗമൽ ലാലിമീൻ വ ഇദ് നാദാ റബ്ബുക മൂസ അനിത്തിൽ ഖൗമൽ ലാലിമീൻ, ലാലിമുകളായ കൗമിൻ്റെ അടുത്ത്, ഖൗമ ഫിർഔൻ ജനത, ലാലിമുകളായ ജനതയുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റബ്ബി ഇന്നി അഖാഫു അൻ യുകദിബൂൻ. മൂസാ നബി ആദ്യം പറഞ്ഞെന്താ അറിയോ? എനിക്ക് പേടിയാകുന്നുണ്ട് റബ്ബേ, ഇന്നി അഖാഫു അൻ യുകദിബൂൻ, അവരെന്നെ കളവാക്കും എന്നുള്ളത്. യുകദിബൂനി, അവരെന്നെ കളവാക്കി കളയും, തള്ളിക്കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വയളീഖു സദ്രി വല യൻതലിഖു ലിസാനി, സൂറത്ത് ശുഅറയിൽ പറഞ്ഞതാ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയളീഖു സദ്രി, എൻ്റെ ഹൃദയം ലയ്യിഖ് എന്നൊക്കെ ഇടുങ്ങുക എന്നാണ്.
ഭയങ്കര കുടുസായി മാറുകയാണ്. യളീഖു സദ്രി വല യന്തലിഖു ലിസാനി, എൻ്റെ നാവ് അത്ര സ്ഫുടമായി സംസാരിക്കാൻ കഴിയില്ല. നാവ് ഓടുക എന്നൊക്കെ പറയാം. യന്തലിഖു ലിസാനി, എൻ്റെ നാവ്, എൻ്റെ സംസാരം അത്ര ശരിയാവുകയില്ല. ഫഅർസിൽ ഇലാ ഹാറൂൻ, അതുകൊണ്ട് നീ ഇത് ഹാറൂനിലേക്ക് അയക്കണം എന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ആ സൂറത്ത് ശുഅറയില. എന്നിട്ട് അദ്ദേഹം വലഹും അലയ്യ ദംബുൻ ഫഅഖാഫു അൻ യഖ്തുലൂൻ, അവർക്ക് എൻ്റെ മേൽ ആരോപിക്കാൻ ഒരു കുറ്റം അവിടെ ഉണ്ട് റബ്ബേ, അവരെന്നെ വധിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നൊക്കെ മൂസാ നബി അള്ളാഹുവിനോട് പറയുന്നുണ്ട്. അള്ളാഹ് എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ ഇദ്ഹബ് ഇലാ ഫിർഔൻ എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രതികരണം. ഇവിടെ സൂറത്ത് ത്വാഹയിൽ അദ്ദേഹത്തിന് പ്രാർത്ഥനയാണ്. ഇവിടെ ആ ഭയമല്ല പറയുന്നത്, മറിച്ച് ഒരു പ്രാർത്ഥനയായിട്ട് ഉദ്ധരിക്കുകയാണ്. എവിടുന്ന് അതൊക്കെ നടക്കുന്നത്? തുവാ താഴ്വരയില്ല, ഒറ്റക്ക് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നേർക്കുനേരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഫിർഔൻ്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാകാവുന്ന ഒരു പരിഭ്രമം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ ഓർത്തു നോക്കണം ഏത് അവസരത്തിലാണ്. അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. എന്താ പറഞ്ഞു നോക്ക്. ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഞാൻ പോവില്ല എന്നൊന്നും പറയുന്നില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞു നോക്കുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട് റബ്ബെ അങ്ങോട്ട് പോവാൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ചില പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ അദ്ദേഹം അള്ളാഹുവിന് മുമ്പിൽ പറയുന്നുണ്ട്. വല യന്തലിഖു ലിസാനി, എനിക്ക് നാവ് ഓടുകയില്ല എന്നൊക്കെ പറയും. ഇവിടെ അദ്ദേഹം പറയുന്നത് കരുത്ത് പകരാനാണ്. കാല അദ്ദേഹം പറഞ്ഞു റബ്ബി ഇശ്റഹ് ലീ സദ്രി, നേരത്തെ പറഞ്ഞു യളീഖു സദ്രി അല്ലേ സൂറത്തു ശുഅറയിൽ. എൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നുണ്ട്, കുടുസായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ ലൈഖിന് പകരം അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഷറഹ് എന്ന് പറയുന്നത്. വിശാലത എന്ന് പറയും, തുറന്നു തരിക. റബ്ബി ഇശ്റഹ് ലീ സദ്രി, മൂസാ നബിയുടെ ഈ പ്രസിദ്ധമായ പ്രാർത്ഥന നമ്മളെല്ലാവരും ഈ പ്രബോധകരൊക്കെ എന്നും ഉദ്ധരിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളോട് കാര്യം വളരെ സ്ഫുടമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുക, ഇത് വല്ലാത്തൊരു കഴിവാണ്. എല്ലാ തരത്തിൽപ്പെട്ട എതിർപ്പുകളും വിമർശനങ്ങളും പലതും ഉണ്ടാവും. അതെല്ലാത്തിനും വിശാല മനസ്സോടുകൂടി ഉൾക്കൊള്ളാനാവുക, ഇതൊക്കെ വളരെ പ്രധാനമാണ് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം. നോക്ക്, അദ്ദേഹം പറയാണ് റബ്ബി ഇശ്റഹ് ലീ സദ്രി, പടച്ച റബ്ബേ എൻ്റെ സ്വദർ, എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണം, ഹൃദയ വിശാലത നൽകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ സൂറത്ത് ഇൻഷിറാഹ് ഉണ്ട്, റസൂലിനോട് ചോദിക്കുന്നുണ്ട് അലം നശ്റഹ് ലക സദ്റക് വവദഅനാ അൻക വിസ്റക് അല്ലദീ അൻഖള ലഹ്റക് വറഫഅനാ ലക ദിക്റക് എന്ന് റസൂലിനോട് അവിടെ ചോദിക്കുന്നത്. അലം നശ്റഹ് ലക സദ്റക്, നാം താങ്കൾക്ക് താങ്കളുടെ ഹൃദയത്തെ വിശാലമാക്കി തന്നില്ലേന്നാ. എന്താ ഹൃദയത്തിൻ്റെ വിശാലത എന്ന് പറഞ്ഞാൽ? മൂസാ നബി തന്നെ സൂറത്തു ശുഅറയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളായിട്ട് അള്ളാഹു ഉദ്ധരിച്ചത് യളീഖു സദ്രി, എൻ്റെ ഹൃദയം വല്ലാതെ കുടുസാണ് എന്ന് പ്രശ്നം പറയുക ചെയ്തത്. ഇവിടെ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി. റബ്ബി ഇശ്റഹ് ലീ സദ്രി, നിനക്ക് കഴിയും എൻ്റെ റബ്ബേ, എൻ്റെ ഹൃദയത്തെ വിശാലമാക്കി തരണം. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഇടപെടുന്ന ആളുകളുണ്ടല്ലോ സമൂഹത്തിൽ, പല തരക്കാരുണ്ടാവും, പലതരത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഭയങ്കര എടുത്തു ചാട്ടക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, എന്ത് പറഞ്ഞാലും കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും, തീരെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, പല ആൾക്കാരുണ്ടാവും, ആക്രമിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. എല്ലാ ടൈപ്പ് ആളുകളെയും, ഏത് തരക്കാരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സ് എനിക്ക് നൽകണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി, ഒരു പ്രബോധകൻ ആളുകളോട് ദീനിനെ ദഅവത്ത് നടത്താൻ വേണ്ടി പോകുന്ന നമ്മളെല്ലാവരും, നമുക്കൊക്കെ ബാധ്യതയാണത്. ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം ശർഹ് സദ്ർ. റബ്ബി ഇശ്റഹ് ലീ സദ്രി, എനിക്ക് എൻ്റെ ഹൃദയത്തെ നീ വിശാലമാക്കി തരണം. എന്നിട്ടോ രണ്ടാമത് അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി. യസ്സറ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കുക എന്നാണ്. യസീർ അല്ലേ, യസ്സറ. യസ്സിർ ലീ, എനിക്ക് നീ എളുപ്പമാക്കണം. അംരി, എൻ്റെ കാര്യങ്ങൾ. ഏതാ കാര്യം? ഞാൻ നിർവഹിക്കാൻ പോകുന്ന ദൗത്യം ഉണ്ടല്ലോ, അതാണ് എൻ്റെ കാര്യം. ഈ പ്രവാചകത്വം എന്ന് പറയുന്ന കാര്യം അതെനിക്ക് വേണ്ടെന്നൊന്നും പറയുന്നില്ല. നീ എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം അത് ഭംഗിയായിട്ട് എളുപ്പത്തിൽ നിർവഹിക്കാൻ എനിക്ക് കരുത്തു പകരണം. യസ്സിർ ലീ അംരി. പോകാൻ കഴിയില്ല എന്നൊന്നും പറയുന്നില്ല, മറ്റവൻ്റെ കുറ്റമൊന്നും പറയുന്നില്ല. ഇവിടെ ഫിറൗൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ ഒന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് എനിക്ക് എൻ്റെ കുറച്ച് ക്വാളിറ്റികളുണ്ട്, അത് ശരിയാക്കി തരണം.
റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. മൂന്നാമത് പറയുന്നത് വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. ഹല്ല എന്ന് പറഞ്ഞാൽ അഴിക്കുക, കുരുക്ക് അഴിക്കുന്നതിന് ഹല്ല എന്ന് പറയാം. വഹ്ലുൽ, നീ അഴിച്ചു തരണം. ഉഖ്ദതം മിൻ ലിസാനി, ഉഖ്ദത്ത് എന്ന് പറഞ്ഞാൽ കെട്ടാണ്. മിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് എന്ന് സൂറത്തുൽ ഫലഖിൽ നമുക്ക് കാണാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത്. നഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന പറഞ്ഞു. ഉഖദ് എന്ന് പറഞ്ഞാൽ ഉഖ്ദത്തിന്റെ ജംആണ്. ഇവിടെ വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി, എൻ്റെ നാവിൻ്റെ കെട്ട് നീ അഴിച്ചു തരണം. ഈ നാവിൻ്റെ കെട്ട്, നാവുമലരെ കെട്ടിടൂ. നാവിൻ്റെ കുരുക്ക്, നാവിൻ്റെ കെട്ട് എന്ന് പറഞ്ഞാൽ സ്ഫുടതയാണ് ഉദ്ദേശിക്കുന്നത്. സ്ഫുടതയോടുകൂടെ സംസാരിക്കാൻ എനിക്ക് കഴിവ് നൽകണം. അതെന്നാ കെട്ടഴിക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ സംസാരിക്കാൻ കഴിയുക. അത് തുടർച്ചയായിട്ട് അടുത്ത ആയത്തിൽ പറയുന്നത് യഫ്ഖഹു ഖൗലി. എടാ, ഫഖഹ എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. യഫ്ഖഹു, അവർക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ, ഖൗലി, എൻ്റെ വാക്ക്. അപ്പൊ എന്താ അർത്ഥം നോക്ക്. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ഖൗൽ, എൻ്റെ സംസാരം, എൻ്റെ പ്രഭാഷണം, എൻ്റെ കാര്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ ഇവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ എൻ്റെ നാവിനെ, അതിന് നീ നാവിന് ഓട്ടം നൽകണം, അല്ലെങ്കിൽ നാവിന് സ്ഫുടത നൽകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പലതരത്തിൽപ്പെട്ട എതിർപ്പുകളും പല ജാതി ആൾക്കാരൊക്കെ ഉണ്ടാവും. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി എൻ്റെ ഹൃദയത്തിന് നൽകണം. പല ടൈപ്പ് ആൾക്കാരുണ്ട്, പെട്ടെന്ന് വെറുത്ത് പോകാനൊന്നും പറ്റൂല. 2, കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കി തരണം. ഭയങ്കര എന്നും പ്രശ്നങ്ങൾ, ഒരു കാര്യം മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ കുടുങ്ങിപ്പോവും. എന്ത് പരിപാടി തുടങ്ങിയാലും പല ജാതി ചൊറ വരിക, എന്നിട്ട് അയിമൽ കുറെ മുട്ടിത്തിരിഞ്ഞ് ആകെ നാശമായി പോകാറുണ്ട്. എൻ്റെ കാര്യങ്ങൾ, എന്നെ നീ ഏൽപ്പിച്ച ഈ ദൗത്യം, അതിൽ എളുപ്പം നൽകണം. യസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മൂന്നാമത് പറഞ്ഞത് ആളുകൾ ഉൾക്കൊള്ളാം, അതുപോലെ തന്നെ എളുപ്പാക്കണം. വളരെ വൃത്തിയിൽ സ്ഫുടമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാണല്ലോ അദ്ദേഹത്തിൻ്റെ പണിയെന്താ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സന്ദേശം എത്തിക്കുക എന്നുള്ള, അല്ലേ? ഈ സന്ദേശം അങ്ങോട്ട് കൂടും. അള്ളാഹു നൽകിയിരിക്കുന്ന സന്ദേശം ഇവർക്ക് കൺവേ ചെയ്യണം. കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ഫുടമായിട്ട് സ്മൂത്തായിട്ട് നടക്കണം. ഇന്നത്തെ പോലെ ടെക്സ്റ്റ് മെസ്സേജ് ഒന്നും അല്ല, പറയലാണ്, നേർക്കുനേരെ പറയലാണ്. അപ്പോൾ പറയുമ്പോൾ വളരെ സ്ഫുടമായിട്ട് കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരോട് സംസാരിക്കാൻ കഴിയണം. ഇത് വലിയൊരു കഴിവാണ്. പ്രത്യേകിച്ചും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രബോധകൻ, നബി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമാണത്. കാരണം ആൾക്കാരോട് സംസാരിക്കേണ്ടി വരും. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽപ്പെട്ട വ്യാഖ്യാനങ്ങൾ തഫ്സീറുകളിൽ കാണാൻ കഴിയും. ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട്, മൂസാ നബിയുടെ നാവിന് ഒരു വിക്ക് ഉണ്ടായിരുന്നു, കുഞ്ഞു വിക്ക് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ സംസാരത്തിൽ വിക്ക് ഉണ്ടായിരുന്നു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതിന് കാരണവുമായിട്ട് അവർ പറയുന്നുണ്ട്, അത് പിന്നെ വേറെ ഇസ്രായേലിയാത്ത് കഥകളിൽ നിന്ന് എടുത്തൊരു സംഗതിയാണ്. ഫിറൗൻ്റെ കൊട്ടാരത്തിലാണല്ലോ ഇദ്ദേഹം വളരുന്നത്. ചെറിയ കുട്ടിയായിരിക്കെ ഇദ്ദേഹം ഫിറൗൻ്റെ കിരീടം എടുത്തിട്ട് തലയിൽ വെക്കുന്നുണ്ട്. അങ്ങനെ തലയിൽ വെച്ചപ്പോൾ ഇത് ഗുരുതരമായ അപകടകരമായ ഒരു സംഗതിയായിട്ട് ഫിറൗൻ കാണുകയും ഇവൻ എൻ്റെ അധികാരം തട്ടിപ്പറിക്കാൻ വന്നവനാണ് എന്നുള്ള ധാരണയിലെത്തി. അപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുട്ടി ശരിക്കും തന്നെയാണോ അങ്ങനെ ചെയ്തെന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം ഫിറൗൻ നടത്തിയതായിട്ട് അവർ ഉദ്ധരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഒരു തളികയിൽ സ്വർണ്ണക്കട്ടിയും അതുപോലെ തന്നെ തീക്കനലും വെച്ചിട്ട് കുട്ടി ഏതാണ് എടുക്കുക എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൂസ എന്ന് പറയുന്ന കുട്ടി തീക്കനലാണ് എടുത്തത്. അതെടുത്ത് വായിലിട്ടു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് നാവിന് പ്രശ്നം വന്നത് എന്ന് ചില ആളുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് അംഗീകരിക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട് എന്ന് മറുവാദക്കാരും പറയുന്നുണ്ട്. കാരണം തീക്കട്ട എടുത്തിട്ട് പിന്നെ തൊള്ളയിലിടുക എന്നത് നല്ല സാധനമാകുമ്പോഴല്ലേ, പിടിക്കാൻ തന്നെ കഴിയില്ല. തീക്കട്ട പിടിച്ചു കഴിഞ്ഞാൽ വായി കൊണ്ടുപോവുക, അതെടുത്ത് ഒഴിവാക്കുക എന്നല്ലാതെ. അപ്പോൾ അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മറുപടിയും വേറെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു കഥയെ, ഈ ഒരു സംഭവത്തെ, വ്യാഖ്യാനത്തെ നിഷേധിക്കുന്നുണ്ട് ആധുനിക മുഫസ്സിറുകളായ സയ്യിദ് അബുൽ അല മൗദൂദി ഒക്കെ അതിന് വിമർശിക്കുന്ന ആൾ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു തകരാറുള്ള, എന്തെങ്കിലും ഒരു ന്യൂനതയുള്ള, ഏതെങ്കിലും ഒരു കുറവുള്ള ഒരാളെ അള്ളാഹു പ്രവാചകനായിട്ട് നിശ്ചയിക്കൂല. വളരെ പ്രധാനപ്പെട്ട പദവിയാണ് പ്രവാചകത്വം. അതുകൊണ്ട് കുറവുള്ള ആളെ കൊടുക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് വിക്കനായ, കുഞ്ഞുള്ള ഒരു മനുഷ്യനെ പ്രവാചകനായിട്ട് നിശ്ചയിക്കുക എന്നുള്ളത്
സംഭവിക്കുന്ന കാര്യം. നേരത്തെ പറഞ്ഞ പാണ്ഡുരോഗം എന്ന് ബൈബിള് ചില സംഗതികളൊക്കെ വളരെ മോശമായിട്ട് പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയാറുണ്ട്, തൽമൂദിലുമൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഖുർആൻ ഒരു പ്രവാചകനും മോശമായിട്ട് ചിത്രീകരിക്കില്ല. ഏറ്റവും മികവാർന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് ഖുർആൻ പറയുക. അതുകൊണ്ട് വിക്കല്ല അത്. പിന്നെ എന്താ ഇത് ഈ ഉഖ്ദത്തമ്മിൽ ലിസാൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? കാരണം ഇവിടെ മാത്രമല്ല അത് പറയുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ ഷുറായിൽ ഓതിയപ്പോൾ അദ്ദേഹം പറയും വല യന്തലിഖു ലിസാനി, എൻ്റെ നാവ് ഓടുകയില്ല. വളരെ കൃത്യമായിട്ട് കാര്യം പറയാനുള്ള ഒരു പ്രഭാഷണ ചാതുരില്ലേ. ഇപ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഇരിക്കുന്നില്ല കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് 2 വാക്ക് പറയാൻ കഴിയില്ല. ആൾക്കാരെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നേതാവിന് പ്രവാചകൻ പോലുള്ള സന്ദേശം കൈമാറുന്ന ആൾക്ക് നിർബന്ധമായിട്ട് അത് വേണം. അത് വേണ്ടത്ര രൂപത്തിൽ നടത്താൻ കഴിയാത്ത ഒരാൾ എന്നേ അതിനർത്ഥമുള്ളൂ എന്നാണ് മുഫസ്സിറുകൾ പറയുക. അല്ലാതെ കുഞ്ഞുണ്ട് വിക്കുണ്ട് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കാര്യമായിട്ട് വളരെ നന്നായിട്ട് സ്ഫുടമായിട്ട് നല്ല വാക്ചാതുരി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതാണ് മുഫസ്സിറുകൾ നൽകുന്ന വ്യാഖ്യാനം. മാത്രമല്ല ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഫിർഔനും പറയുന്നത് വലാ യകാദു യുബീൻ, ഇത് പറയുന്നതൊന്നും വ്യക്തമായി പറയാൻ കഴിയാത്ത ഒരുത്തൻ്റെ മുമ്പിലാണോ പിന്നെ അവനാണോ ഞാനാണോ നല്ലത് ഫിറൗൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് സൂറത്ത് സുഹ്റുഫിലാണ് ആ ചോദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഉഖ്ദത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്കല്ല, മറിച്ച് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള ആ ഒരു വേണ്ടത്ര സ്ഫുടത ഇല്ലായ്മയെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്. സ്ഫുടത നൽകണമെന്നാണ് പറയുന്നത്. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചവിടെ പറയുന്നുണ്ട്. അതിനുശേഷം പ്രവാചകനായിട്ട് ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം അത് ഊത്തീത്ത സുലക മൂസ അവിടെ പറയുന്നുണ്ട്. വളരെ ഗംഭീരമായ പ്രഭാഷണങ്ങൾ, എല്ലാവർക്കും ഹൃദ്യമായിട്ട് മനസ്സിൽ തട്ടുന്ന വിധത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തുവാൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാധിച്ചു എന്ന് പിന്നീട് പറയുന്നത് കാണാൻ കഴിയും നമുക്ക്. നോക്ക്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒന്നാമത്തതാണ് റബ്ബിഷ്റഹ് ലി സുദ്രി, എല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഹൃദയ വിശാലത. വയസ്സിർലി അംരി, എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരിക, എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള ശേഷി നൽകണം. വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ സംസാരിക്കാൻ കഴിയണം. അള്ളാഹുവിനോട് പറയാണ് വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, സ്വന്തത്തിൻ്റെ കുറേ കാര്യങ്ങൾ റെഡിയാക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ എനിക്ക് വജഅൽ ലി, എനിക്ക് ഉണ്ടാക്കി തരണം, ആക്കി തരണം. വസീറൻ മിൻ അഹ്ലി, വസീർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മന്ത്രിക്ക് പറയാറുണ്ട്. വസീർ, വുസറാ, മന്ത്രിമാർ, മിനിസ്റ്റർ എന്നിടത്ത് വസീർ ഉപയോഗിക്കാറുണ്ട് അറബിയിൽ. ഇവിടെ ഒരു സഹായി, എനിക്ക് നന്നായിട്ട് പിന്തുണ നൽകുന്ന, സപ്പോർട്ട് നൽകാൻ പറ്റുന്ന, എനിക്ക് തുണയാകുന്ന ഒരാൾ, വസീർ. ആസറ എന്നൊക്കെ ശക്തിപ്പെടുത്തി ആസറ, അതിൽ തന്നെ പേര് കുറച്ച് കഴിഞ്ഞിട്ട് അസരി എന്നൊക്കെ പറയുന്നുണ്ട്. ചുമലാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ആ വാക്കിന് അസർ എന്ന് പറഞ്ഞാൽ ചുമലാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ തുണക്കാൻ കഴിയുന്ന, എനിക്ക് സപ്പോർട്ട് നൽകാൻ പറ്റുന്ന ഒരു സഹായി. വജഅൽ ലി വസീറൻ മിൻ അഹ്ലി, എൻ്റെ കൂട്ടരിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തരണം. എന്നിട്ട് ആളെ പറയാണ് ഹാറൂന അഹി, എൻ്റെ സഹോദരൻ ഹാറൂനെ തന്നെ വേണം. മൂസാ നബി അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ 3ാമത്തെ ആളാണെന്നാണ് പറയുന്നത്. മൂത്ത ആള് മറിയം എന്ന് പറയുന്ന സഹോദരിയുണ്ട്. നമ്മൾ അവരെ സംബന്ധിച്ച് പരാമർശിക്കും, അടുത്ത ക്ലാസ്സിൽ അത് വരും. മറിയം എന്ന് പറഞ്ഞ സഹോദരിയുണ്ട്. അതിനുശേഷം ഹാറൂനാണ്. പിന്നെ അതിനുശേഷമാണ് മൂസ ജനിക്കുന്നത്. മൂസാ നബി പറയാം, മൂസാ നബി ഹാറൂനെ അറിയാം. ഹാറൂൻ വളരെ നല്ല അജാനബാഹുവായ മനുഷ്യനാണ്, നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ള ആളാണ്. അദ്ദേഹം തന്നെ പറയുന്നു മൂസാ നബി വേറെ സൂറത്തിൽ ഹുവ അഫ്സഹു മിന്നി, ഫസീഹ് എന്ന് പറഞ്ഞാൽ നിപുണൻ, അല്ലെങ്കിൽ നന്നായിട്ട് അക്ഷരസ്ഫുടയിൽ സംസാരിക്കാൻ കഴിയുന്ന ആൾ. ഹുവ അഫ്സഹു മിന്നി, എന്നേക്കാൾ നന്നായിട്ട് വാചാലതയുള്ള ആളാണ്, നന്നായിട്ട് എന്താ പറയുക കാര്യപ്രാപ്തിയുള്ള വിവേകമുള്ള മനുഷ്യനാണ്. മൂസാ നബിയുടെ ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ നമുക്കറിയാം. പെട്ടെന്നൊരു പ്രശ്നത്തിൽ ഇടപെട്ട് ഒരുത്തൻ ഒരു അടിയടിച്ച് അയാൾ മരണപ്പെട്ടു. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നും പ്രശ്നമില്ലാത്ത ആളാണ് ഹാറൂൻ. അതുകൊണ്ട് വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉഷ്ദുദ് ബിഹി അസ്രി. ശദ്ദ എന്ന് പറഞ്ഞാൽ കടുപ്പിക്കുക, ഷദീദ് നമ്മൾ പറയാറുണ്ടല്ലോ. ഉഷ്ദുദ് ബിഹി, ഇവനിലൂടെ എന്നുവെച്ചാൽ ഹാറൂനിലൂടെ, അസ്രി, എൻ്റെ ശക്തി. ചുമൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ശക്തിയാണ്. എൻ്റെ ശക്തിയെ നീ വർദ്ധിപ്പിക്കണം. ഉഷ്ദുദ് ബിഹി അസ്രി വ അശ്രികുഹു ഫി അംരി, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഉണ്ടല്ലോ, ഈ കാര്യം, അതിൽ ഇവനെ കൂടെ പങ്കാളിയാക്കണം, അവനെയും കൂടി നബിയായിട്ട് നിശ്ചയിച്ചു തരണം. കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറ. എന്തിനാ? കൈ നുസബ്ബിഹക കസീർ, 2 സംഗതി. ഒന്ന് നുസബ്ബിഹക, 2 നദ്കുറക, നിന്നെ പ്രകീർത്തിക്കുവാൻ വേണ്ടിയിട്ട്. കൈ നുസബ്ബിഹക കസീറ, ധാരാളമായിട്ട് നിനക്ക് തസ്ബീഹ് ചെയ്യാൻ വേണ്ടിയിട്ട്.
വനദ്കുറക കസീറ, ധാരാളമായിട്ട് നിന്നെ ദിക്ർ ചെയ്യാൻ, സ്മരിക്കുവാൻ വേണ്ടിയിട്ട്, തസ്ബീഹും ദിക്റും ധാരാളം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെയും കൂടെ തരണം എന്ന് ആലോചിച്ച് നോക്കണേ. മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, ഏൽപ്പിച്ച ദൗത്യം വളരെ ശ്രമകരമായൊരു കാര്യമാണ്. ഏതൊരു മനുഷ്യനും എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോവും. കാരണം അത്ര ക്രൂരനായ ഒരാളുടെ അടുത്തേക്ക് പോകണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജനിച്ചത് നല്ലൊരു കുടുംബത്തിലാണ്. ഖുറൈശി കുടുംബം, ഖുറൈശി ഗോത്രം, ഹശീം കുടുംബം എന്നൊക്കെ അവിടുത്തെ ഏറ്റവും ടോപ്പാണത്. മൂസാ നബി ഏതിലാണ് ജനിക്കുന്നത്? ബനു ഇസ്രായേലിലാ. ഈജിപ്തിൽ ബനു ഇസ്രായേലിൽ ആരാന്ന് വെച്ചാൽ അടിമകളാ. ഫിറൗൻ എന്ന് പറയുന്ന, കിബ്തികൾ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ അടിമകളായിട്ട്, ഏഴകളായിട്ട് കഴിയുന്ന വിഭാഗത്തിലാണ് മൂസാ നബിയുടെ ജനനം. അവിടുന്ന് അടുത്ത ആയത്തിൽ നമ്മളത് വരാൻ പോവാണ്. ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഒഴുക്കി കളഞ്ഞ, അവിടുന്ന് കിട്ടി വളർത്തിയതാണ് മൂസാ നബിയെ. മനസ്സിലാക്കണം, അങ്ങനത്തെ ഒരാളാണ് പ്രവാചകനായിട്ട് ഫിറൗന്റെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല, അവിടുന്ന് ഒരു കൊലപാതകത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹം ഒളിച്ചോടിയതാ, പോന്നതാ, 8-10 വർഷമായിട്ട് മാറിയുന്നതാ. ആ ഒളിവ് ജീവിതം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത്. അവിടെ എത്തുമ്പോഴാണ് ഇപ്പോൾ അറിയുന്നത് അവിടെ ചെന്ന് ദഅവത്ത് നടത്തണം. സ്വാഭാവികമായിട്ടും അദ്ദേഹം അള്ളാഹുനുബിൽ കുറേ അപേക്ഷകൾ വെച്ചു. ആ അപേക്ഷകളൊന്ന്, എനിക്ക് വ്യക്തിപരമായിട്ട് ചില കഴിവുകൾ നൽകണം, ഷർഹു സദർ നൽകണം, നന്നായിട്ട് വാചാലത നൽകണം, ഞാൻ പറയുന്ന എൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരണം, ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ സംസാരിക്കാൻ കഴിയണം. അതിൻ്റെ കൂടെ പോരാ, എനിക്ക് എൻ്റെ സഹോദരൻ ഹാറൂനെ കൂടെ എൻ്റെ പിന്തുണക്കാരനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ സഹായിയായിട്ട് നീ അയച്ചു തരണം. വജഅൽനി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി ഉശ്ദുദ് ബിഹി അസ്രി വഅശ്രികുഹു ഫി അംരി കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറ. അങ്ങനെ രണ്ടാളുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ധാരാളമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. തസ്ബീഹും ദിക്റും എന്ന് പറഞ്ഞാൽ ഈ പ്രബോധന പ്രവർത്തനം തന്നെയാണ്, അല്ല തസ്ബീഹും ദിക്റും തന്നെയാവാം. അത് തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അത് ഒരു നിഷേധാത്മക എന്ന് വെച്ചാൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് വളരെ മോശമായിട്ട് അള്ളാഹു ഇല്ലാത്ത ഗുണങ്ങൾ ആളുകൾ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. സുബ്ഹാന എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ പരിശുദ്ധിപ്പെടുത്തും. ഇവർ ആരോപിക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ഇവർ ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, ആരോപിച്ചുകൊണ്ടിരിക്കുന്ന, പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്ന് പറയാൻ സുബ്ഹാനഹു വ തആല എന്ന് പറയും. നിഷേധാത്മകമായ ഒരു സംഗതി അതിലുണ്ട്. രണ്ടാമത് ദിക്റാണ്. അള്ളാഹുവിൻ്റെ മഹത്തരമായ കഴിവുകളെ, വലിയ കഴിവുകളെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ദിക്ർ എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടിനും കഴിയണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ കൂടെ എൻ്റെ പങ്കാളിയാക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല, ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നക കുന്ത ബിനാ ബസീറ. ഈ പ്രാർത്ഥന നബിമാരുടെ ഒക്കെ പ്രാർത്ഥന പരിശോധിച്ചാൽ വളരെ ലളിതമാണ്, അങ്ങേയറ്റത്തെ വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥനകളാണ്. അള്ളാഹുവിനോട് ഈ അവസാനം പറഞ്ഞു, ഇന്നക കുന്ത ബിനാ ബസീറ, നീ ഞങ്ങളുടെ കാര്യമൊക്കെ ശരിക്കും അറിയുന്നവനാണല്ലോ. നോക്ക്, എൻ്റെ കാര്യം ഏറ്റവും നന്നായിട്ട് നിനക്കാണല്ലോ അറിയാം, ഞാൻ ആരാന്ന് പടച്ചോനെ. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ കഴിവുകൾ നൽകണം. ഇന്നക കുന്ത ബിനാ ബസീറ, തീർച്ചയായും നീ ഇന്നക കുന്ത ബിനാ, ഞങ്ങളെ കൊണ്ട്, എന്നെ കൊണ്ടും ഹാറൂനെ കൊണ്ടും, ബസീറ, ശരിക്ക് കാണുന്നവനാണല്ലോ. ഇന്നക കുന്ത ബിനാ ബസീറ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടുകൂടി പറയാം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നൽകണം. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി, ഖാല ഖദ് ഊതീത സുഅലക യാ മൂസാ. അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. ഖദ് ഊതീത, ഊതീത എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആതാ യുതി എന്നുള്ള വാക്കുന്നാണ് ഊതീത, താങ്കൾ നൽകപ്പെട്ടിരിക്കുന്നു, താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. സുഅലക്, സുആൽ എന്ന് പറഞ്ഞ ചോദ്യമുണ്ട്, അതിനെ സുഅൽ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ചോദ്യം, പ്രാർത്ഥന, ഇതാ അതിനൊക്കെ ഉത്തരം നൽകി, ചോദിച്ചതൊക്കെ നൽകിയിട്ടുണ്ട്. ഖദ് ഊതീത സുഅലക യാ മൂസ, ഹേ മൂസ, താങ്കളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഇതാ മറുപടി തന്നു കഴിഞ്ഞു. തന്നത്, നീ ചോദിച്ചതൊക്കെ അംഗീകരിച്ചു. ഭയങ്കര അംഗീകാരം. അതിൽ രസകരമായ ഒരു ചോദ്യമുണ്ട്. എന്താ പറഞ്ഞാൽ, അള്ളാഹു ആണ് നബിമാരെ തെരഞ്ഞെടുക്കുക, മനുഷ്യന്മാരല്ലല്ലോ. പക്ഷെ ഇവിടെ മൂസാ നബിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഒരാളെ നബിയാക്കുന്നത്, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമെ. ഓക്കെ, നീ പറഞ്ഞ അംഗീകരിച്ചു, അഗ്രീഡ്. എന്നാലോചിച്ച് നോക്ക്. കാരണം മഹത്തരമായ ദൗത്യത്തിന് മൂസാ നബിയുടെ മനസ്സിന് കരുത്തു കൊടുക്കണം. അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഇങ്ങനെ പോലെ വലിയൊരു ദൗത്യം നിർവഹിക്കാൻ പോകുന്നത്. ആ ദൗത്യ നിർവഹണത്തിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കി എടുക്കുകയാണ്.
അതിന് കുറേ ട്രെയിനിങ്ങാണ് കൊടുത്തത്. കയ്യിലുള്ള വടിയൊക്കെ ഇട്ടിട്ട് നല്ല നല്ല ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത് കുറച്ച് ദാർഢ്യത നൽകി, കരുത്തുണ്ട് എന്ന് ബോധിപ്പിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനകൾ വളരെ വിനയത്തോടെ അദ്ദേഹം അഭ്യർത്ഥനകളൊക്കെ തന്നു. അത് ഉടൻ തന്നെ മറുപടിയാ. സാധാരണ നമ്മളൊക്കെ പ്രാർത്ഥനക്ക് പറയാറുണ്ട്, കുറേ കാലമായി പ്രാർത്ഥിക്കും, ഒന്നും കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട്. മൂസാ നബി ചോദിച്ചു, അപ്പൊ തന്നെ കത് ഊതീത സുഅ്ലക യാ മൂസ, മൂസ നിന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ ഇതാ അതിനൊക്കെ മറുപടി നൽകപ്പെട്ടിരിക്കുന്നു. കത് ഊതീത സുഅ്ലക യാ മൂസ, അപ്പൊ തന്നെ മറുപടി കൊടുത്തു. വലഖദ് മനന്നാ അലൈക മറതൻ ഉഖ്റാ എന്നിട്ട് പറയാണ്. ഇത് മാത്രമല്ല, അവിടെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് തുവാതാഴൂരല്ല, നിനക്ക് വലഖദ് മനന്നാ അലൈക മറതൻ ഉഖ്റാ. മനന്ന, മിന്നത്ത് എന്നുള്ള വാക്കുന്നാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. മന്ന് എന്നുള്ള വാക്ക് പറയുന്നുണ്ട് അല്ലേ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ദാനധർമ്മങ്ങൾ, നിങ്ങൾ കൊടുത്ത സദഖകളൊന്നും അത് ബാത്തിലാക്കി കളയരുത്. എങ്ങനെ? ബിൽ മന്നി വൽ അദാ. മന്ന് കൊടുത്തത് 4 ആളോട് ഇങ്ങനെ പറഞ്ഞു നടക്കുക, ഞാൻ അവിടെ കൊടുത്തു, നിന്റെ കൊടുത്തോണ്ടാണ് അങ്ങനെ ആയിപ്പോയത്, ഇങ്ങനെ പറയാ. എന്നിട്ട് മറ്റവനെ നാണം കെടുത്തുക, അതിന് മന്നെന്ന് പറയാറുണ്ട്. ഒരാൾക്ക് ഒരു ഔദാര്യം ചെയ്തു കൊടുത്തത് അത് എടുത്തു പറഞ്ഞിട്ട് ആദ്യം ആ നൽകപ്പെട്ട ആളുടെ ഗുണഭോക്താവ് അയാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിന് മന്നെന്ന് പറയും. ആ മന്ന് ഔദാര്യം ചെയ്യണതിനും പറയും. ഇവിടെ അള്ളാഹു പറയുന്നത് വലഖദ് മനന്നാ അലൈക, മൂസ നിനക്ക് നാം ഔദാര്യം ചെയ്തിട്ടുണ്ട്, അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. മറതൻ ഉഖ്റ, വേറൊരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുക. എവിടുന്നാ ഓർമ്മിപ്പിക്കുന്നത്? മൂസാ നബി മദിയന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ്, പ്രവാചകനായി തിരഞ്ഞെടുക്കുകയാണ്, കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്ത പിന്നെ വേറൊരു അനുഗ്രഹത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ ചോദിച്ചതൊക്കെ കൊടുത്തു, അനുഗ്രഹമാണ്. ഇനി മറ്റൊരു തവണ നിനക്ക് അല്ലാഹു മിന്നത്ത്, അനുഗ്രഹം നൽകിയത് നീ ഓർക്കണം. വലഖദ് മനന്ന അലൈക മറതൻ ഉഖ്റ എന്നിട്ട് ആ സന്ദർഭം പറയാം. ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ. ഏതാത്? ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക്, നാം നിന്റെ ഉമ്മക്ക്, നിന്റെ മാതാവിന്, ഉമ്മൻ്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. ഖുർആൻ അങ്ങനെ എല്ലാവരും പേരൊന്നും എടുത്തു അങ്ങനെ പറഞ്ഞോളൊന്നുമില്ല. ഫിറോവിൻ്റെ ഭാര്യയുടെ പേരൊന്നും പറയുന്നില്ല. ഇവിടെ മൂസാ നബിയുടെ ഉമ്മൻ്റെ പേരും പറയുന്നില്ല. പക്ഷെ മൂസാ നബിയുടെ ഉമ്മയുടെ പേര് യൂക്കാബദ് എന്നാണെന്നൊക്കെ ചില തഫ്സീറുകളിൽ കാണാൻ കഴിയും. അല്ലാഹു ആലം. അപ്പോൾ പറയാണ്, താങ്കളുടെ മാതാവിന് നാം വഹി നൽകിയ സന്ദർഭം. ഏതാണ് ആ പിന്നെ അനുഗ്രഹത്തിൻ്റെ സന്ദർഭം എന്നാണ് പറയുന്നത്. ഇത് ഔഹൈന ഇല ഉമ്മിക്, താങ്കളുടെ മാതാവിന് നാം വഹി നൽകിയ സന്ദർഭം, ബോധനം നൽകിയപ്പോൾ. എന്ത്? മായൂഹ എന്ന് പറഞ്ഞാൽ ബോധനം നൽകപ്പെട്ടത് നൽകിയപ്പോൾ. മൂസാ നബിയുടെ ഉമ്മക്കാണ് ഇവിടെ ഔഹൈന എന്ന് പറയുന്നത്, വഹി നൽകുക. പ്രവാചകന്മാർക്ക് കിട്ടുന്ന വഹിയല്ല അത്. പ്രവാചകന്മാരെ അള്ളാഹു തെരഞ്ഞെടുത്തിട്ട് വഹി കൊടുക്കും, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. സന്ദേശം നേരത്തെ പറഞ്ഞില്ലേ, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, അതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തേനീച്ചക്ക് വഹി സൂറത്തുൻ നഹ്ലിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഔഹ ഇല നഹ്ൽ. ആ തേനീച്ചക്ക് വഹി അതിനൊരു പ്രകൃതിപരമായിട്ട് അള്ളാഹു കൊടുത്തൊരു അറിവാണത്. ഇവിടെ മൂസാ നബിയുടെ ഉമ്മക്ക് വഹി നൽകി എന്ന് പറയുന്നു. ഇത് ഒരു ജ്ഞാനോദയമാണ്, ഒരു തോന്നലാണ്. അത് ഇൽഹാം എന്ന് പറയാം, അതല്ലെങ്കിൽ കശ്ഫ് എന്നൊക്കെ അതിന് പറയാറുണ്ട്. ഒരു ബോധം. എന്താ ഈ ബോധം? നോക്ക്, അനിഖ്ദി ഫീഹി ഫിത്താബൂതി ഫഖ്ദി ഫീഹി ഫിൽ യമ്മ ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ യഖുദുഹു അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹ് വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. ഇതാണ് കൊടുത്തിരിക്കുന്ന വഹി. അനിഖ്ദി ഫീഹി ഫിത്താബൂത്ത്. ഇഖ്ദി ഫീഹി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ നീ എന്ത് ചെയ്യണം? ഖദഫ എന്ന് പറഞ്ഞാൽ വിക്ഷേപിക്കുക എന്ന് അർത്ഥമുണ്ട്. വിക്ഷേപിക്കുക, പിന്നെ എറിയുക എന്നൊക്കെ ഖദഫ എന്നുള്ള പറയാം. അനിഖ്ദി ഫീഹി ഫിത്താബൂത്ത്. താബൂത്ത് എന്ന് പറഞ്ഞാൽ പെട്ടിയാണ്, പെട്ടകം അല്ലെങ്കിൽ പിന്നെ എന്താ ഒരു പെട്ടി, അതിനൊക്കെയാണ് താബൂത്ത് എന്ന് പറയുക. അനിഖ്ദി ഫീഹി ഫിത്താബൂത്ത്, ഈ കുട്ടിയെ നീ ഒരു പെട്ടിയിൽ നിക്ഷേപിക്കണം. ഫഖ്ദി ഫീഹി, എന്നിട്ട് ആ പെട്ടിയെ നീ നിക്ഷേപിക്കണം. എവിടെ? ഫിൽ യമ്മ്. യമ്മ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിന് പറയാറുണ്ട്, ഇവിടെ നദിയാണ് ഉദ്ദേശിക്കുന്നത്, നൈൽ നദിയാണ്. യമ്മ്, നദിയിൽ ഒഴുക്കണം. ഫൽ യുൽഖിഹിൽ യമ്മു,
എന്നിട്ട് അപ്പം എന്ത് ചെയ്യും? ഫൽ യുൽഖിഹിൽ യമ്മു, ആ നദി അതിനെ ഇടും, നിക്ഷേപിക്കും. മറ്റത് വിക്ഷേപിക്കുകയാണ്, ഇവിടെ നിക്ഷേപിക്കുകയാണ്. ഫൽ യുൽഖിഹിൽ യമ്മു, നദി അതിനെ നിക്ഷേപിക്കും. എവിടെ? ബിസാഹിൽ, ഒരു തീരത്ത് അതിനെ നിക്ഷേപിക്കും. യഖുദുഹു, അങ്ങനെ തീരത്തണഞ്ഞാൽ യഖുദുഹു, അതിനെ എടുക്കും അവിടുന്ന്. ആര്? അദുവുൽ ലീ വ അദുവുൽ ലഹു, എൻ്റെയും അവൻ്റെയും ശത്രു. അള്ളാഹു പറയാണ് അദുവുൽ ലീ. ഇത് ആരോടാ പറയുന്നത്? മൂസാ നബിയുടെ ഉമ്മയോട് പറയാ. അതിവിടെ ഓർമ്മിപ്പിക്കുക മൂസയെ. മൂസാ നബി ജനിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ജനിച്ച സമയത്ത് മൂസാ നബിക്ക് കൊടുത്ത, മൂസാ നബിയുടെ ഉമ്മയോട് പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മറക്കരുത്, നീ ഇങ്ങനെ ഒരു അനുഗ്രഹം വേറെ ചെയ്തിട്ടുണ്ട്. അത് പറയാനുള്ള ഒരു സന്ദർഭം നമുക്ക് പറയാം. നോക്ക്, അങ്ങനെ യഖുദുഹു അദുവുൽ ലീ വ അദുവുൽ ലഹു, അവിടുന്ന് അതിനെ എടുക്കും. ആര്? അദുവുൻ ലീ വ അദുവുൽ ലഹു. അദുവു എന്ന് പറഞ്ഞ ശത്രു, 2 പ്രാവശ്യം ശത്രു എന്ന് ഉപയോഗിച്ചു. അദുവുൽ ലീ എന്ന് പറഞ്ഞാൽ എൻ്റെ ശത്രുവാണ്. അള്ളാഹുവിന് വെല്ലുവിളിച്ച ആളാ ഫിറൗൻ. പടച്ച റബ്ബിന്റെ ഏകത്വത്തെ അംഗീകരിക്കുകയില്ല, പരമാധികാരത്തെ അംഗീകരിക്കുകയില്ല. ഞാനാ വലിയ റബ്ബ് എന്ന് പറഞ്ഞ ആളാ. അദുവുൽ ലീ വ അദുവുൽ ലഹു, ബനൂ ഇസ്രായേലിയരോട് ശക്തമായ ശത്രുത വെച്ച് പുലർത്തുന്ന ആളാ. അദുവുൽ ലഹു, അങ്ങനെ അവൻ്റെയും എൻ്റെയും ശത്രു അവനെ എടുക്കും. എന്നിട്ടോ വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, ആ സമയത്ത് അൽഖൈതു അലൈക, ഞാൻ താങ്കളുടെ മേൽ ഇട്ടുതരും. മഹബ്ബതൻ മിന്നി, മഹബ്ബ, ഹിബ്ബ്, സ്നേഹം, വാത്സല്യം. മഹബ്ബതൻ മിന്നി, നമ്മിൽ നിന്നുള്ള വാത്സല്യം. അള്ളാഹു പറയാണ് നമ്മിൽ നിന്നുള്ള വാത്സല്യം താങ്കളുടെ മേലുണ്ടാവും. മാത്രമല്ല വലിതുസ്നഅ അലാ ഐനി, എൻ്റെ മേൽനോട്ടത്തിലാണ് നീ വളർത്തപ്പെടുക. ഇതാണ് നിഅമത്ത്. മനന്ന അലൈക മറത്തൻ ഉഖ്റ, മൂസാ നബിയോട് പറയാണ് ഇത് മാത്രമല്ല, ഇപ്പൊ നീ ചോദിച്ചതൊക്കെ തന്ന് നിന്നെ പ്രവാചകനെ തെരഞ്ഞെടുത്തല്ലോ, ഇതല്ല, ഇതിനേക്കാൾ മുമ്പ് നിന്നോട് അനുഗ്രഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇത് ഔഹൈന ഇല ഉമ്മിക മാ യൂഹ, നിന്റെ ഉമ്മക്ക് ഞാൻ വഹി കൊടുത്ത സന്ദർഭം ഓർക്കണം. എന്താ വഹി? ഒന്ന്, അനിഖ്ദിഫീഹി ഫി താബൂതി, ഇവനെ പെട്ടിയിലാക്കിയിട്ട് ഫഖ്ദിഫീഹി ഫിൽ യം, ആ നദിയിൽ ഒഴുക്കണം. എന്നിട്ടോ ഫൽയുൽഖിഹിൽ യമ്മു ബിസാഹിൽ, ആ നദി അതിനെ തീരത്ത് കൊണ്ട് നിക്ഷേപിക്കും. യഖുദുഹു അദുവുൽ ലീ വ അദുവുൽ ലഹു, അവിടുന്ന് എൻ്റെയും അവൻ്റെയും ശത്രു അതിനെ എടുക്കും. വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, അങ്ങനെ എൻ്റെ സ്നേഹം ഞാൻ നിന്റെ മുമ്പിൽ ഇട്ടുതരും, അല്ലെങ്കിൽ നിനക്ക് വർഷിപ്പിച്ചു തരും. വലിതുസ്നഅ അലാ ഐനി, നീ എൻ്റെ മേൽനോട്ടത്തിൽ, അലാ ഐനി എന്ന എൻ്റെ സംരക്ഷണയിൽ, എൻ്റെ നോട്ടത്തിൽ. അള്ളാഹ് പറയാ അള്ളാൻ്റെ നോട്ടത്തിൽ വളരുക. വലിതുസ്നഅ അലാ ഐനി, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ സംരക്ഷണത്തിൽ വളർത്തപ്പെടുകയും ചെയ്യാൻ വേണ്ടി. എന്താ ഈ സംഭവം? ഫിറൗന്റെ ക്രൂരത കൊണ്ട് നടക്കുക. സാധാരണ ഒരു ഭരണാധികാരി അല്ല അത്. നമുക്കറിയാം, ഫിറൗൻ ഭരിക്കുന്ന ഈജിപ്തിൽ കോപ്റ്റിക് വർഗ്ഗമാണ് അവർ, കിപ്തികളാണ്, അവരവിടുത്തെ തദ്ദേശീയരാണ്. പക്ഷെ ബനു ഇസ്രായേൽ തദ്ദേശീയരല്ല, ബനു ഇസ്രായേൽ അവ നാട്ടുകാരല്ല, അവരവിടേക്ക് വന്ന ആൾക്കാരാണ്. അവർ വന്നത് എപ്പോഴാ? യൂസുഫ് നബി നമുക്കറിയാം അല്ലേ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ കൂടി പിടിച്ചിട്ട് കിണറിൽ കൊണ്ടിടുന്നുണ്ട്, ഉപേക്ഷിക്കുക അദ്ദേഹത്തെ. അങ്ങനെ ഉപേക്ഷിച്ച് തിരിച്ചുപോയി. ഇത് നഷ്ടപ്പെട്ടല്ലോ. യൂസുഫ് ആരാന്ന് വെച്ചാൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാണ്, മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ കൊണ്ടുപോയി ഇടുന്നത്, ഒഴിവാക്കിയ ശല്യം. പക്ഷേ അവിടുന്ന് അദ്ദേഹം എത്തിപ്പെടുന്നത് ഈജിപ്തിലാ. അവിടുത്തെ ഒരു യാത്രാ സംഘം എടുത്തു കൊണ്ടുപോയിട്ട് മാർക്കറ്റിൽ വിൽക്കുകയാണ് അദ്ദേഹത്തെ അവിടുത്തെ രാജാവ് വാങ്ങുന്ന, വളരെ നല്ല ചുറുചുറുക്കുള്ള നല്ലൊരു കുട്ടി, നല്ല മുഖപ്രസാദം, ഭയങ്കര സുന്ദരനായ ഒരു കുട്ടി വാങ്ങി വളർത്തുകയാണ് കൊട്ടാരത്തിൽ. അങ്ങനെ കൊട്ടാരത്തിൽ വളർത്തിയെന്ന് മാത്രമല്ല, നല്ല മനുഷ്യൻ അദ്ദേഹം, ഏറ്റവും നല്ല ധാർമ്മിക വിശുദ്ധിയുള്ള മനുഷ്യൻ. അതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ബഹുമാനമാണ് അദ്ദേഹത്തോട്. ആ വിശുദ്ധി അദ്ദേഹം ജീവിതത്തിൻ്റെ എല്ലാ മാർഗങ്ങളും തെളിയിച്ചിട്ടുണ്ട്, വെറുതെ പറയല്ലത് വിശുദ്ധി. അങ്ങനെ അദ്ദേഹത്തെ ആളുകളൊക്കെ അംഗീകരിക്കാൻ തുടങ്ങി, ആദരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അവിടുത്തെ രാജാവ് ഒരു വലിയ പദവി അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ, ഒരു പദവി അദ്ദേഹത്തിന് നൽകിയിട്ട് ആദരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വാപ്പനങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. എവിടേക്ക്? ഈജിപ്തിലേക്ക്. വാപ്പനെയും സഹോദരങ്ങളെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. തൻ്റെ ഈ കിണറ്റിലെറിഞ്ഞ ആൾക്കാരില്ലേ, അവരൊക്കെ കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. അതിൻ്റെ അടുത്ത് കുറേ സംഭവങ്ങളുണ്ട്, സൂറത്ത് യൂസുഫുമായി ബന്ധപ്പെട്ട് പഠിച്ചു നോക്കി നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഇവർ വരുന്നുണ്ട്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയും മക്കളും അന്നു മുതലാണ് ഈജിപ്തിലെത്തുന്നത്. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 12 സന്തതികളുണ്ട്. ആ സന്തതി പരമ്പരകൾ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ മക്കൾ ഇങ്ങനെ ആയി വരിക. അവരൊക്കെയാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവിടുന്ന് വന്നതാ.
ഈജിപ്തുകാരല്ല, അവർ വേറെ സ്ഥലത്ത് നിന്ന് ഫലസ്തീൻ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. ഇവിടത്തുകാർ കോപ്റ്റിക്ക. പക്ഷേ കുറച്ച് വന്ന ആളുകളാണെങ്കിൽ നല്ല വിശുദ്ധരായിരുന്നു ആൾക്കാരൊക്കെ. യാക്കൂബ് നബി നല്ല വിശുദ്ധനാണ്, യൂസുഫ് നബി ഭയങ്കരതാണ്. അതുകൊണ്ട് എല്ലാ കീ പോസ്റ്റിൽ ഇവരാ. നല്ല ആളായതുകൊണ്ടാ, നല്ല ധാർമ്മികതയുള്ള സത്യസന്ധരായ, ഭരിക്കാനൊക്കെ പറ്റുന്ന നല്ല മനുഷ്യന്മാരാ. കട്ടുമുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, നല്ല ആളുകൾ. അതുകൊണ്ട് നല്ല പോസ്റ്റുകളൊക്കെ അവർ കൊടുത്തു, നല്ല പദവിയിലൊക്കെ ഇവർ. ആ ന്യൂനപക്ഷമാണ്, മറ്റൊരു ഭൂരിപക്ഷമുണ്ട്. പക്ഷേ ഇവർ ഏറ്റവും നല്ല ആദരവോടി ഗണിക്കപ്പെട്ടു. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ദുഷിച്ചു. ഹിബ്തികളല്ല ദുഷിച്ചത്, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം നൽകപ്പെട്ട അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ മക്കളായ ബനൂ ഇസ്രായേലിയരില്ലേ, ആകെ നാശായി. എല്ലാ തരത്തിൽപ്പെട്ട വൃത്തികേടുകളും അവരെ ബാധിച്ചു. സ്വാഭാവികമായിട്ടും വൃത്തികേട് ബാധിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ഈ ചങ്ങായിമാർ എന്തിന് കൊണ്ടുനടക്കുക അവിടെ, ഈ നാട്ടിൽ നിന്ന് എവിടെന്നോ വന്ന് കൂടിയിട്ട് ഈ നാട് കൂട്ടിച്ചോറ പോണം വിടുന്നു, നാട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തും. മാത്രമല്ല ഇവരുടെ ജനസംഖ്യ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ വലിയൊരു പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിയുടെ ഭാഗമായിരുന്നു ആൺകുട്ടികളെ കൊന്നുകളയുക. ബനൂ ഇസ്രായേൽ ഇനി ഒരൊറ്റ കുട്ടിയും വേണ്ട അവിടെ. ഇവരുടെ പെറ്റ് പെരുകയാണ്. ഇങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ പുതിയ കാലത്ത് അങ്ങനെ പറയാറുണ്ട്, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് വലിയ തിയറി തന്നെ അവതരിപ്പിക്കാറുണ്ട്. പെറ്റ് പെരുകയാണ്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം, ആൺകുട്ടികളെ കൊന്നൊടുക്കണം ഫിറൗൻ കൽപ്പിച്ചു. അങ്ങനെ കൊന്നൊടുക്കാൻ വേണ്ടി കൽപ്പിച്ച ആ ഒരു വിധി, ഇവരുടെ ഒരു നിയമം പ്രാബല്യത്തിലുള്ള സന്ദർഭത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്, മൂസ നബി ജനിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ബനൂ ഇസ്രായേലി സ്ത്രീ പ്രസവിച്ചു എന്ന് കേട്ടാൽ എങ്ങനെയെങ്കിലും അത് അറിയാൻ വേണ്ടിയുള്ള പലതരത്തിൽപ്പെട്ട ചാരപ്രവർത്തകരൊക്കെ ഉണ്ട്, പലരും ഉണ്ട്. അത് വിവരം അടുത്തിക്കും. മൂസാ നബിയുടെ ഉമ്മ ഭയങ്കര പരിഭ്രാന്തിയിലായിരുന്നു, പേടിയിലായിരുന്നു, എന്തു ചെയ്യും. അങ്ങനെ അവർ പേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഔഹൈനാ ഇലാ ഉമ്മി മൂസ എന്ന് പറയുന്നത്. മൂസാ നബിയുടെ ഉമ്മക്ക് ഒരു വഹി എന്ന് പറഞ്ഞാൽ ഇൽഹാം കൊടുക്കുകയാണ്, തോന്നിപ്പിക്കുക. എന്താ പറഞ്ഞത്? ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഏകദേശം 3 മാസത്തോളം ഇവരെ രഹസ്യമായിട്ട് പോറ്റുന്നുണ്ട് മൂസാനെ, 3 മാസം. എന്നിട്ട് പിടിക്കപ്പെടും എന്ന് തോന്നിയപ്പോഴാണ്, പേടി കൂടിയപ്പോഴാണ് ഈ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു പെട്ടി ഉണ്ടാക്കുകയാണ്, പുൽക്കൊടി കൊണ്ട് എന്നൊക്കെ പറ്റി വ്യത്യസ്തമുണ്ട്. ഏതായാലും ഒരു പെട്ടി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് ഇതാക്കിയിട്ട് അതിലാണ് അവർ വെക്കുന്നത്. വെച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നദിയിൽ ഒഴുക്കുക. ആ നദി അവരോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത് ഇദ്ദേഹത്തെ സംരക്ഷിക്കും, ബേജാറാവണ്ട, പേടിക്കണ്ട, നിനക്ക് തന്നെ തിരിച്ചു വരും എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. ഒഴുക്കുന്നു. എന്നാലും പ്രസവിച്ച ഈ കുഞ്ഞിനെ, അല്ലേ, നൊന്ത് പ്രസവിച്ച ഈ കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് ആ ഒഴുകുന്ന നദിയിൽ അങ്ങോട്ട് ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാതാവിൻ്റെ വേദന ആലോചിച്ച് നോക്കണം. അങ്ങനെ ആകെ പരിഭ്രാന്തിയിൽ കഴിയുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഏതൊരാളാണോ ഇവിടെ കുട്ടികളെ എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ നദിയിൽ ഒഴുക്കപ്പെട്ടതെന്ന് വെച്ചാൽ ഇയാളുടെ നിയമം കൊണ്ടാണ്. ആ നിയമം ഉണ്ടാക്കിയവൻ്റെ കരങ്ങളാൽ അയാളുടെ കൊട്ടാരത്തിൽ സുന്ദരമായിട്ട് ഈ കുട്ടി അവിടെ വളരുകയാണ്. പടച്ചറബ് ഒരു കാര്യം ഉദ്ദേശിച്ചാലുണ്ടല്ലോ, നമ്മൾ വിചാരിച്ച കാര്യമല്ലേ നടക്കുക. അത് നടത്താൻ അള്ളാഹുവിൻ്റെ അടുത്ത് പല രീതികളുണ്ടാവും. ആ കാര്യം ശരിക്കും മനസ്സിലാക്കി വെക്കണം. അതാണ് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി. താൻ നിശ്ചയിച്ച തീരുമാനിച്ച ഒരു കാര്യത്തെ അള്ളാഹു നടപ്പിലാക്കുന്ന പ്രശ്നം ഒരിക്കലും അള്ളാഹുവിന് ഒരു പ്രശ്നേ അല്ലത്. നമുക്കത് പല ജാതി ഘടകങ്ങളും എങ്ങനെയാ അപ്പോൾ നടക്കുക എന്നൊക്കെ വിചാരിക്കും. പടച്ചറബ് അങ്ങനെ തന്നെ തീരുമാനിച്ചു. അതാണ് ഇവിടെ പറയും, മനന്ന അലൈക മറത്തൻ ഉഖ്റ, മറ്റൊരു തവണ നീ വലിയൊരു അനുഗ്രഹം നിനക്ക് ചെയ്തിട്ടുണ്ട്. നീ ഇവിടെ ജീവിക്കേണ്ടവനായിരുന്നില്ല, കൊല്ലപ്പെടുമായിരുന്നു. പക്ഷെ അള്ളാഹു ആരാണോ നിന്നെ കൊല്ലാൻ പോകുന്നത്, ആ കൊലയാളിയുടെ കൊട്ടാരത്തിൽ സുന്ദരമായിട്ട് നിന്നെ വളർത്തിയെടുക്കുകയാണ്. ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ആലോചിച്ച് നോക്കൂ. നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യം നടക്കുക. തൊട്ടു മുമ്പ് നേരത്തെ പറഞ്ഞ യൂസുഫ് നബിയുടെ കഥ അങ്ങനെ തന്നെയാണ്. യൂസുഫ് നബി എന്താ ചെയ്തത്? ആളുകൾ വിചാരിച്ചത്, ആ സഹോദരങ്ങൾ വിചാരിച്ചത്, ഇവൻ എന്നേക്കുമായിട്ട് ഒഴിവാക്കണം, എറിയാണ്. ഒരിക്കലും ഇനി യൂസുഫ് തിരിച്ചു വരുന്ന യാതൊരു ഇതുമില്ല. അവിടെ കൊണ്ടു ചെന്നിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ നിക്ഷേപിച്ച് പോരുകയാണ്. അവിടുന്ന് അദ്ദേഹം പോയിട്ട് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറുകയാണ്. അവിടത്തേക്ക് ഇവർ യാചിച്ച് ചെല്ലുകയാണ്, ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരണം എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. പടച്ചറബ് എങ്ങനെയൊക്കെ ചെയ്യും. അതുകൊണ്ട് ബേജാറാവരുത്. എന്തോ ഒരു കാര്യം നടക്കുമ്പോൾ ആകെ ഇടങ്ങറായി പോകരുത്. റബ്ബിനോടുള്ള പ്രാർത്ഥന തുടരണം.
മൂസാ നബിയുടെ ഉമ്മയോട് അള്ളാഹു പറയുക, ഇത് ഔഹൈന ഇല ഉമ്മിക മാ യൂഹ അനി ഖിദ്ഫീഹി ഫിത് താബൂത്ത്, ഇവനെ പെട്ടിയിൽ നിക്ഷേപിക്കുക, ഫഖ്ദിഫീഹി ഫിൽ യം, എന്നിട്ട് ആ പെട്ടി നദിയിലിടുക. എന്നിട്ട് ബാക്കി നദിയോടാ ഫൽ യുൽഖിഹിൽ യമ്മു ബിസാഹിൽ, ഒരു നദിക്ക് ദൗത്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോവല്ലേ, ആ പുഴയിൽ പലതും ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ എവിടെ എത്തണം, എവിടെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുക അള്ളാഹു തീരുമാനിക്കൂ. അള്ളാഹു പറയാണ് ഇവിടെ, ഈ പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടി നദി നിക്ഷേപിക്കട്ടെ. ഫൽ യുൽഖിഹിൽ യമ്മു, ഈ നദി അത് നിക്ഷേപിക്കട്ടെ. എവിടെ? ബിസാഹിൽ, തീരത്ത്. അങ്ങനെ പോയി കടലിൽ ചേരല്ല, ബിസാഹിൽ, തീരത്തണയും. അങ്ങനെ ഒഴുകിയിട്ട്, അപ്പോൾ നദിയിലൂടെ ഒഴുകി വരുന്ന, പുഴയിലൂടെ ഒഴുകി വരുന്ന ധാരാളം വിത്തുകൾ ഉണ്ടാവും. ആ വിത്ത് എവിടെ ചെല്ലണം, എവിടെ മുളച്ച് വളരണം, പടച്ചറബ് തീരുമാനിക്കും. നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഒഴുകി പോവല്ലേ, ഇതിപ്പോൾ എവിടെ എത്തും ഒന്നും അറിയില്ലല്ലോ നമുക്ക്. അള്ളാഹു തീരുമാനിച്ച കാര്യം നടപ്പാക്കാൻ പടച്ചറബിന് നിരവധി മാധ്യമങ്ങളുണ്ട്, വഴികളുണ്ട്. അത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നദിയും പെട്ടിയും കുട്ടിയും ഉമ്മയും കൊലയാളിയും കൊട്ടാരവും എല്ലാം പടച്ചറബിൻ്റെ കൽപ്പനക്കനുസൃതമായിട്ട് മാത്രമേ പ്രവർത്തിക്കൂ എന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഈ കുട്ടിയെ അവിടെ തീരത്ത് നിക്ഷേപിക്കുന്നു. ആരാ എടുക്കുന്നു നോക്ക്, എടുക്കട്ടെ. ആര്? എൻ്റെയും അവൻ്റെയും ശത്രു. കുട്ടിയെ കണ്ടാൽ അറിയാം ബനു ഇസ്രായേലിലാണെന്ന്. അറിയാതെ വളർത്തിയൊന്നുമല്ല ഫിറോൻ. കൊല്ലാൻ നോക്കിയിട്ടുണ്ട്, സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പത്നി സമ്മതിച്ചില്ല, കൊല്ലരുത്, ഓമനത്വമുള്ള നല്ല സുമുഖനായ ഈ കുട്ടിയെ കൊല്ലരുത് എന്ന് പറഞ്ഞ് വളർത്തുക. അങ്ങനെയാണ് ഇടക്കിടക്ക് ഇദ്ദേഹത്തിന് സംശയം കൊടുക്കുന്നുണ്ട് ഫിറോന്. കാരണം ഏതോ ഒരു പിന്നെ ജ്യോത്സ്യനാട്ടോ പ്രവചിച്ചിട്ടത്രേ, നിങ്ങളുടെ ഇത് തട്ടിയെടുക്കുന്ന ഒരാൾ വരുന്നുണ്ട് എന്നൊക്കെ ജ്യോത്സ്യം പ്രവചിച്ച്. ഭയങ്കരമായ പേടിയുണ്ട്, അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതിൻ്റെ പേരിലാണ് പല രൂപത്തിൽ നടക്കുന്നത്. ആ ബനു ഇസ്രായേലിനെ കൊന്നൊടുക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വളരുക. അങ്ങനെ അല്ലാഹു യഖുദുഹു അദുവുല്ലി വ അദുവുലഹു വ അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി. അതിൽ പറയുന്ന മറ്റൊന്ന്, നാം താങ്കളുടെ മേൽ എൻ്റെ മഹബ്ബത്ത് ചൊരിഞ്ഞിട്ടുണ്ട്, സ്നേഹം. ആ കുട്ടി ഒന്ന് ആലോചിച്ചു, ആ സമയത്ത് ഇത് കൊടുക്കണമല്ലോ, വലിയ പരിഗണന കിട്ടേണ്ട, പരിലാളന കിട്ടേണ്ട സന്ദർഭമാണല്ലോ ആ ഒരു പ്രായം എന്ന് പറയുന്നത്. അത് ഞാൻ തന്നു. അള്ളാഹു പറയാ, അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, എൻ്റെ മഹബ്ബത്ത്, എൻ്റെ സ്നേഹം. അങ്ങനെ വളർന്നവനാ നീ. വലിതുസ്ന അല ഐനി, എൻ്റെ മേൽനോട്ടത്തിൽ നീ വളരാൻ വേണ്ടിയിട്ട്. പടച്ചറബിൻ്റെ മേൽനോട്ടത്തില്ല. തുടർന്ന് പറയുന്നുണ്ട് അടുത്തത്, അദ്ദേഹത്തിൻ്റെ സഹോദരി കൂടെ പോയിട്ട് മുല കൊടുക്കാൻ വേണ്ടിയിട്ട് മാതാവിനെ കൂട്ടിക്കൊണ്ടുവന്ന കാര്യങ്ങളിലേക്കാണ് അടുത്ത ആയത്തുകളിൽ കിടക്കുന്നത്. പടച്ചറബ് ഒരു കാര്യം തീരുമാനിച്ചാൽ അതങ്ങനെ തന്നെ നടത്തും, പേടിക്കേണ്ട. പക്ഷെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കണം. അള്ളാഹു കൈവിടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. അത് റസൂലിനോട് കൂടി പറയുകയാണ് അവിടെ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, താങ്കൾ ഏൽപ്പിച്ച പണി നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ സംരക്ഷിക്കും. അറിയാത്ത രൂപത്തിൽ, നമ്മൾ വിചാരിക്കാത്ത കോലത്തിൽ പടച്ചറബിൻ്റെ സഹായം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു പറയുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, നമ്മളൊക്കെ ദാഴികളാണ്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ഈ ദൗത്യമുണ്ട്, വിശുദ്ധ ഖുർആനും അവൻ്റെ പ്രവാചകൻ്റെ സുന്നത്തും ഒക്കെ മറ്റാളുകൾ കൂടി പകർന്നു കൊടുക്കണം. നമ്മൾ പഠിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണം. നമ്മൾ ആരും ചെയ്യലുണ്ടോ? അത് ചെയ്യാത്തതുകൊണ്ട് നമുക്കുള്ള കഴിവും പോയി പോവും. അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നോക്ക്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നോക്ക്, കഴിവ് അള്ളാഹു നൽകും. അതാണ് മൂസാ നബിയുടെ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം. റബ്ബി ഷ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒക്കെ കേട്ടുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഖദ് ഊതീത സുഅലക യാ മൂസ, മൂസ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന യഥാർത്ഥ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ നിന്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അത് വളരെ ചെറിയ ആയത്തുകളാണ്, നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഹിഫ്ലാക്കാനും ഒക്കെ സൗകര്യമുള്ള ഒരു സൂറത്താണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇത് പഠിക്കുകയും ഹിഫ്ലാക്കുകയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ അവൻ്റെ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ, അതിലെ ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പടച്ചറബിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും അബദ്ധങ്ങളും ഒക്കെ നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. വിശുദ്ധ ഖുർആൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച്
നീ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ പ്രവാചകൻ്റെ സുന്നത്ത് മാതൃകയാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കുവാൻ തുണക്കണമേ നാഥ. അള്ളാഹുയെ സത്യത്തിൻ്റെ വഴിയിൽ ഞങ്ങളുടെ പാദങ്ങളെയും മനസ്സുകളെയും നീ ഉറപ്പിച്ച് നിർത്തണമേ നാഥ. അള്ളാഹുയെ അപരാധങ്ങളിൽ നിന്ന് തെറ്റുകളിൽ ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹുയെ ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ അനീതിയുടെയും അഴിമതിയുടെയും അക്രമത്തിൻ്റെയൊക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ അല്ലാ. അള്ളാഹുയെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൽ ഗസയിൽ അതിക്രൂരമായ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. റഹ്മാൻ റബ്ബേ, സ്വന്തം ജനിച്ചു വളർന്ന മണ്ണിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ വിജയം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുയെ, അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ റബ്ബേ. അള്ളാഹുയെ, മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ജനിച്ചു വളർന്ന നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യം നൽകി വിജയം നൽകി അവരെ സഹായിക്കണമേ നാഥ. അള്ളാഹുയെ, അവരുടെ പാദങ്ങൾ നീ ഉറപ്പിച്ച് നിർത്തണമേ റബ്ബേ. അവരുടെ കൂട്ടത്തിൽ കടുത്ത പ്രയാസങ്ങൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്ക് നീ ആശ്വാസം ചൊരിയണമേ നാഥ. പരിക്ക് പറ്റിയിട്ട് ഗുരുതരമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകണമേ നാഥ. അവരിൽ നിന്നും നിന്റെ അടുത്തേക്ക് രക്തസാക്ഷികളായി എത്തിയ ആളുകൾക്ക് ഉന്നതമായ പദവി നൽകി സ്വർഗത്തിൽ നീ ആതിഥ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുയെ, റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രാർത്ഥന ആവശ്യപ്പെട്ടവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കണമേ റബ്ബേ. അള്ളാഹുയെ, ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ നാഥ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ അല്ലാ. അള്ളാഹുയെ, നീ ഞങ്ങൾക്ക് നൽകിയ വലിയൊരു നിഅമത്താണ് ഞങ്ങളുടെ ആരോഗ്യം. അതിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അല്ലാ. അള്ളാഹുയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും നിന്നിലേക്ക് യാത്രയായിട്ടുണ്ട്. പലപ്പോഴായിട്ട് ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കൾ, വേണ്ടപ്പെട്ട പലരും ഉണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കണമേ റബ്ബേ. അള്ളാഹു, അവരുടെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹു, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അവർ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ നിന്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ അല്ലാ. അള്ളാഹുയെ, അവരെയും ഞങ്ങളിൽ നിന്റെ ജന്നാത്തുൽ നഈമിൽ സമ്മേളിപ്പിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ നാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة فإنك تعلم خائنة الأعين وما تخفي الصدور. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.